മറിയക്കുട്ടി ഈ വിഷയത്തിൽ പ്രതികരിച്ചിട്ടുണ്ട്. വിധവാ പെൻഷൻ മുടങ്ങിയതിനെതിരായ ഹർജിയിൽ തനിക്ക് കോടതിയിൽ നിന്ന് നീതി പ്രതീക്ഷിക്കുന്നതായി മറിയക്കുട്ടി. ക്ഷേമ പെൻഷൻ തനിക്ക് മാത്രമായി വേണ്ടെന്നും എല്ലാവർക്കും പെൻഷൻ ലഭിക്കണമെന്നും മറിയക്കുട്ടി പറഞ്ഞു. സുബിൻ തോമസ് ചേരുന്നുണ്ട്. സുബിൻ, ആദ്യം മുതൽ തന്നെ മറിയക്കുട്ടി പറയുന്ന ഒരേ ഒരു കാര്യം, തന്നെ പോലെയുള്ള നിരവധി ആളുകൾ ഉണ്ട്, നിരാലംബരായിട്ടുള്ള നിരവധി ആളുകളുണ്ട്, അവർക്കും പെൻഷൻ നൽകണം, സർക്കാർ അതിന് കനിവ് കാണിക്കണം. ഒപ്പം കോടതിയിൽ വലിയ പ്രതീക്ഷയാണ് മറിയക്കുട്ടി വയ്ക്കുന്നതും. സമാനതകളില്ലാത്ത ഒരു പ്രതിഷേധമാണ് ഇടുക്കി അടിമാലിയിൽ മറിയക്കുട്ടിയും അതുപോലെ തന്നെ അന്നക്കുട്ടിയും ചേർന്ന് നടത്തിയത്. 4 മാസത്തോളമായി ഇത്തരത്തിൽ പെൻഷൻ ലഭിക്കാതെ വരുന്നു. അതേ തുടർന്ന് ജീവിതം വഴിമുട്ടുന്ന ഒരു സാഹചര്യത്തിലേക്ക് വന്നപ്പോൾ പിച്ച തണ്ടി പ്രതിഷേധിക്കുകയായിരുന്നു ഇരുവരും ചെയ്തത്. എന്തായാലും അതിനുശേഷം ഹൈക്കോടതിയെ സമീപിക്കുന്ന ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് വലിയ അപമാനങ്ങളൊക്കെ കേൾക്കേണ്ടി വന്നതിന് ശേഷം ഈ പെൻഷൻ വിഷയവുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയെ സമീപിച്ചപ്പോൾ പോലും അവിടെയും ഇവർക്ക് സർക്കാരിന്റെ ഭാഗത്തു നിന്നും അപമാനകരമായ പരാമർശങ്ങളാണ് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് പോലും ഉണ്ടായത്. അതിൽ അവർ കോടതിയിൽ സർക്കാർ തന്നെ അപമാനിച്ചു എന്ന് തന്നെയാണ് ഇത് ഈ കോടതിയുടെ ആ ഒരു പ്രതികരണത്തിന് ശേഷം മറിയക്കുട്ടി മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞത്. കോടതിയിൽ സർക്കാർ ഇന്ന് തന്നെ അപമാനിച്ചു എന്ന് തന്നെയാണ് മറിയക്കുട്ടിയും പറഞ്ഞത്. ഒരു തരത്തിലും കോടതിയിൽ നിന്ന് നീതി ലഭിക്കുമെന്ന ഒരു പ്രതീക്ഷയിൽ തന്നെയാണ് ഇപ്പോഴും മറിയക്കുട്ടിയുള്ളത്. ഒരു സഹായവും തനിക്ക് തന്നെയായി വേണ്ട. ഇത്തരത്തിൽ നിരവധി ആളുകൾ, തന്നോളം പോലും ഇല്ലാത്ത നിരവധി ആളുകൾ ഇത്തരത്തിൽ ഈ ഒരു ക്ഷേമ പെൻഷൻ കൊണ്ട് മാത്രം ആശ്രയിച്ച് ജീവിക്കുന്ന ആളുകളുണ്ട്. അവർക്ക് വേണ്ടിയാണ് ഇപ്പോൾ നിലവിൽ താൻ മുന്നിട്ടിറങ്ങിയിട്ടുള്ളത്. എല്ലാവർക്കും പെൻഷൻ ലഭിക്കണം, അതിനായുള്ള ഇടപെടൽ കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവും, അതാണ് താൻ ആഗ്രഹിക്കുന്നതെന്നാണ് പ്രധാനമായും അവർ പറഞ്ഞത്. കൂടാതെ സർക്കാർ അനുകൂലമായ നിലപാടെടുക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നില്ലെന്നും പ്രധാനമായും ഇവർ പറഞ്ഞു വയ്ക്കുന്നത്. അതായത് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഒരു തരത്തിലുമുള്ള ഒരു അനുകൂല ഇടപെടൽ ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടാകില്ല എന്നാണ് മറിയക്കുട്ടി പറഞ്ഞു വച്ചിരുന്നത്. എന്തായാലും കോടതിയിൽ തന്നെ ഇപ്പോഴും ഒരു പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ട് മുമ്പോട്ട് പോവുകയാണ് മറിയക്കുട്ടി. അതിൽ കോടതിയിൽ സർക്കാർ തന്നെ അപമാനിച്ചു എന്നാണ് മറിയക്കുട്ടി നിലവിൽ ആദ്യ പ്രതികരണത്തിൽ പറഞ്ഞിട്ടുള്ളത്. അവർക്കും നൽകണം എന്ന നിലപാടിൽ തന്നെയാണ് മറിയക്കുട്ടി. ഒപ്പം കോടതിയിൽ വലിയ വിശ്വാസം ഉണ്ട്, ശുഭാപ്തി വിശ്വാസമുണ്ട്. വിധവാ പെൻഷൻ മുടങ്ങിയ എല്ലാവർക്കും ഈ സർക്കാർ കൊടുക്കുമെന്ന് തന്നെയാണ്, ഇപ്പോൾ കോടതി ഇടപെട്ട് സർക്കാർ കൊടുക്കുമെന്ന് തന്നെയാണ് മറിയക്കുട്ടി ഇപ്പോഴും വിശ്വസിക്കുന്നത്. വിവരങ്ങൾ നൽകുകയായിരുന്നു സുബിൻ.